ദേവി, ഇത് ഞാനാ. ഏട്ടൻ, നീ ആ പുറകിലത്തെ വാതിൽ തുറക്ക്. ഏട്ടൻ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയേ? 2-3 ദിവസമായി. ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലേ? വാ. ആ, നാട്ടിൽ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് നീ പുത്തേഴത്തെ വീട്ടിൽ അടുക്കള പണിക്ക് നിൽക്കേണ്ടെന്ന്. അടുക്കള പണിക്കാരുടെ മുറി എപ്പോഴും അടുക്കളോട് ചേർന്നായിരിക്കുമല്ലോ, അതുകൊണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. എന്നൊരു വേലക്കാരിയായിട്ടല്ല, സ്വന്തം മകളെ പോലെ ഇവിടെ എല്ലാരും കാണുന്നേ. നന്നായി. ഏട്ടനൊരു കള്ളനാണെന്നറിഞ്ഞ നല്ലൊരു മോഷണം ഒത്തുവന്നാ അന്ന് ഈ പണി ഞാൻ നിർത്തും. നിന്റെയും കൂടി കല്യാണം, അതാണ് എന്റെ സ്വപ്നം. എന്നാ ഇറങ്ങട്ടെ മകളെ. രാത്രിയിലൊരു വീട്ടിൽ കയറിയിട്ട് വെറും കൈയോടെ മടങ്ങിപ്പോന്ന് ആദ്യമായിട്ടാ. ഇവിടെ കക്കാനൊന്നില്ലേ? പേച്ചറമ്മാവൻ ഇവിടുത്തെ മുത്തശ്ശന്റെ അനിയനാ. കണ്ണിന് പരിക്കുപറ്റിയപ്പോഴേ പട്ടാളത്തിന് പറഞ്ഞു വിട്ടു. അപ്പൊ കാഴ്ചയില്ലേ? കുറേശ്ശെ കാണാം. അവിടെ ആരാടാ നീ? മാധവനായിരുന്നോ? ഞാൻ വിചാരിച്ചു വല്ല കള്ളന്മാരുമായിരിക്കുമെന്ന്. നിനക്ക് എന്താണ് രാത്രി ഉറക്കമൊന്നുമില്ലേ? ഞാൻ സാധാരണ രാത്രി ഉറങ്ങാറില്ല. നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പരപരപ്പ്? സമയദോഷം, ജലദോഷം. ആ, തണുത്തൊന്നും കഴിക്കണ്ട കേട്ടോ. നീ വാ. നീ കാർഗിൽ യുദ്ധത്തെ പറ്റി കേട്ടിട്ടില്ല? ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വിഗ്രഹമോഷണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നീ ഏറ്റുമാനൂർ ക്ഷേത്രത്തെ പറ്റി പറഞ്ഞപ്പോൾ സുവർണ ക്ഷേത്രത്തെ പറ്റി ഞാൻ ഓർത്തു പോവുകയാണ്. വിദ്യുന്മാരാ ഗ്രൂപ്പ് അപ്പുറത്തും 21 ബറ്റാലിയനുമായി ഞാനിപ്പുറത്തും. പിന്നെ അങ്ങോട്ട് വെടിയോ വെടി. എന്തൊരു തണുപ്പ്! ആടെങ്കിൽ ആട്. ആടെന്താ പൊതിച്ചെടുക്കണത്? പനി പിടിച്ചു കാണും. ആരാ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ, കാര്യസ്ഥ കുമാരൻ. കള്ളൻ, 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 ഓടുവാ, കള്ളൻ. ഞാൻ കള്ളം തന്നെയാ, പക്ഷെ വീട് മാറി കയറിയതാ. ഓ, കിഴക്കേടത്ത് കക്കാൻ വന്നതാണോ? അതെ. ശത്രു കുടുംബത്തിൽ കക്കാൻ വരുന്നവനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. എന്താ പേര്? കാളിദാസ്. ആ, നല്ല പേര്. ദേ, ഈ മതില് ചാടിയ കിഴക്കേടത്ത. അവിടെ കാര്യമായിട്ടുള്ള തടയോ? പിന്നെ പഞ്ചലോക വിഗ്രഹങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ, പെട്ടി നിറയെ പൂത്ത കാശ്, സ്വർണ്ണാഭരണങ്ങൾ. മതി മതി, ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പവർ ഇദ്ദേഹത്തിനില്ല. അയ്യോ, ഒന്ന് കുഞ്ഞു തരൂ. എന്തിനാ? അല്ല, ഈ മധുരന്ന് ചാടാ. ഇതൊന്ന് വിരിക്കട്ടെ. ശ്വാസം പിടിച്ചോട്ടാ. കള്ളനാണെങ്കിലും ഒരു കുള്ളന്റെ ഭാരം. ഈ മുതുകൊണ്ടുള്ള സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ മുടിഞ്ഞ ഭാരവും ഞാൻ മറക്കില്ല.